നമസ്കാരം, ഒരു വീട്ടിലേക്ക് സ്വാഗതം. ഇനി 4Gയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് 5G കാലഘട്ടത്തിലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്മാർട്ട് ഫോണുകളും വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 5G സ്മാർട്ട് ഫോണുകളൊക്കെ സാംസങ് അവതരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് കമ്പനികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ മറ്റൊരു സ്മാർട്ട് ഫോൺ വരികയാണ്. സാംസങ് Galaxy A90 5G എന്നൊരു സ്മാർട്ട് ഫോണാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇറക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്ര സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രൈസിൽ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവംബറിലാണ് ആ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നത്. 6.7 ഇഞ്ച് വാട്ടർ ഓപ്പൺ നോച്ചോട് കൂടിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നൽകുക. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകുന്നത്. കോർണിംഗ് കൊറാവാസ് V5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 91% വരെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 86 തൊട്ട് 91% വരെ ഒരു കൃത്യമായൊരു കൺഫർമേഷൻ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. എന്തായാലും ഇതിലൊരു ചിപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് Qualcomm Snapdragon 855 എന്ന ഒരു അത്യുഗ്ര പ്രോസസ്സറാണ്. 2.84 GHz ക്ലോക്ക് സ്പീഡ് ഇതിനുണ്ടായിരിക്കും. ഗ്രാഫിക്സിന് വേണ്ടി ഇവിടെ GB നൽകുന്നത് Adreno 640 ആണ്. ഒരു നല്ല ഗ്രാഫിക്സ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. 6GB റാമും 8GB റാം എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റ് റാമുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാണ്. 128GB സ്റ്റോറേജിലും അതുപോലെ തന്നെ 256GB സ്റ്റോറേജിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. 512GB വരെ നമുക്കൊരു മൈക്രോ SD സഹായത്തോടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതിലൊരു ട്രിപ്പിൾ കാർഡ് സോർട്ട് സംവിധാനമൊക്കെ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും നമുക്കത്ര ഉറപ്പായിട്ടില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊക്കെ നൽകിയിട്ടുണ്ട്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി നൽകുന്നു. ഒരു ഫാസ്റ്റ് ചാർജ് സംവിധാനവും ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് നൽകുക. f2.0 ഫിസിക്കൽ അപ്പർച്ചറോട് കൂടിയ 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നൽകുന്നു. 48 MP ഒരു മെയിൻ ക്യാമറ ഉണ്ടാകും. 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 5 MP ഒരു ഡെപ്ത് സെൻസർ എന്നിങ്ങനെ 3 ക്യാമറകൾ നൽകിയിരിക്കുന്നു. ഇനി സെൽഫി എടുക്കാനുള്ള ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നൽകുന്നത്. f2.0 ഫിസിക്കൽ അപ്പർച്ചറോട് കൂടിയ ഒരു ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ക്യാമറയ്ക്ക് ഇപ്പോഴുള്ള എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജികളും സ്മാർട്ട് ഫോണിൽ സാംസങ് അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് രൂമേഴ്സിൽ നമുക്ക് കിട്ടുന്നില്ല. എന്തായാലും ഇതൊരു കൃത്യമായൊരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും 5G സ്മാർട്ട് ഫോണായിട്ട് അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സാംസങ് കൊണ്ടുവരും. അതുപോലെ തന്നെ വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. 5G സ്മാർട്ട് ഫോണാണ്. MIയും വരുന്നുണ്ട്. MI 9 Pro എന്ന ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ഉടനെ തന്നെ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാംസങ് നേരത്തെ തന്നെ അവരൊരു 5G സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കൺഫേം ആണോ ഇല്ലയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഇതുപോലുള്ള ടെക് വിശേഷങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിൽ സംശയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിടാം.